ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 335 മുതൽ ജെറൂസലേമിലും 5-6 നൂറ്റാണ്ട് മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. AD 326 ജെറൂസലേമിലെ ബിഷപ്പ് മക്കാരിയൂസ് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുന്നതിനു വേണ്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. രാജ്ഞിക്ക് അന്ന് 75 വയസ്സുണ്ടായിരുന്നു. എങ്കിലും പള്ളിപ്പണി നേരിൽ കാണാൻ വേണ്ടി രാജ്ഞി ജെറൂസലേമിലേക്ക് പോയി. യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കണമെന്ന് രാജ്ഞിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഗാഗുൽത്തായിൽ കുന്നുകൂടിക്കിടന്നിരുന്ന ചപ്പ് ചവറുകൾ നീക്കുകയും വീനസിൻ്റെ പ്രതിമ നീക്കം ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ 3 കുരിശുകൾ കണ്ടെത്തി. ഇതിൽ ഈശോയെ തറച്ച കുരിശേതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ ആ സ്ത്രീക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതിൽ അഭിമാനം കൊണ്ട ഹെലേന രാജ്ഞി അവിടെ ഒരു ദേവാലയം പണിതു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു പ്രധാന കാരണം. ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും ക്രിസ്തുവും, കുരിശിനെ വളയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും. ഇതായിരുന്നു ആ ലേഖനം. ആ കാഴ്ചയിൽ കണ്ടതുപോലെ ഒരടയാളം പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിച്ചു. അദ്ദേഹം അപ്രകാരം ചെയ്യുകയും ആ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തു. താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരമുണ്ടായി. ഇതാണ് AD 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭം കുറിച്ചത് AD 629 സെപ്റ്റംബർ 14 ഹെരാക്ലീസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്റോസിനെ കീഴ്പ്പെടുത്തി സ്വായത്തമാക്കിയ കുരിശിൻ്റെ തിരുശേഷിപ്പ് ജെറൂസലേമിൽ പുനഃസ്ഥാപിച്ച ദിവസമായിരുന്നു തിരുസഭയിലാകമാനം തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും നൊമ്പരങ്ങളുടെയും നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് നോക്കാൻ യേശുനാഥൻ്റെ ക്രൂശിത രൂപം സ്ഥാപിച്ച പൂർവികരെയും യേശുവിനെ നാഥനും കർത്താവുമായി ഏറ്റുപറയുന്നവരിൽ അവിടുന്ന് പതിപ്പിക്കുന്ന ഉടമസ്ഥ അവകാശത്തിൻ്റെ ക്രൂശിത രൂപം നമ്മുടെ നെറ്റിത്തടങ്ങളിൽ സ്ഥാപിച്ച വൈദികരെയും നമ്മുടെ ജ്ഞാനമാതാപിതാക്കളെയും നമ്മളെ മാതാപിതാക്കളെയും കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചവരെയും ഇന്നേ ദിനം നമുക്ക് ഓർക്കാം. നമ്മുടെ നെറ്റിത്തടങ്ങളിലും ഹൃദയത്തിലും അധരത്തിലും കുരിശുകൾ വരച്ച് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരത്തെയും നമ്മുടെ സംസാരത്തെയും യേശുനാഥനിൽ അർപ്പിക്കാം. അങ്ങനെ വാനമേഘങ്ങളിൽ അവിടുന്ന് ആഗതനാകുമ്പോൾ അവിടുത്തെ വലതുഭാഗത്ത് അണിനിരക്കാൻ നമുക്കും അർഹരാകാം. ആമേൻ.